തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ഗുരുതര ചികിത്സാ പിഴവ്. കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്ത രോഗി മരിച്ചതായി ബന്ധുക്കളുടെ പരാതി. തിരുവനന്തപുരം മണ്ണന്തല സ്വദേശി അംബികയാണ് മരിച്ചത്. കാലിന് മുറിവേറ്റ് ചികിത്സയ്ക്കെത്തിയ അംബികയ്ക്ക് സ്കാനിങ്ങും തുടർ പരിശോധനയും വൈകിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 4-ാം വാർഡിന്റെ അവസ്ഥയാണിത്. രോഗികളെ കിടത്തി ചികിത്സിക്കാൻ ആവശ്യത്തിന് ബെഡുകളില്ല. ഇതേ വാർഡിലാണ് കാലിലുണ്ടായ ചെറിയൊരു മുറിവുമായി അംബികാമ്മയും എത്തിയത്. തികച്ചും ആരോഗ്യവതിയായി മെഡിക്കൽ കോളേജിലെത്തിയ അംബികാമ്മ പിന്നീട് വീട്ടിലെത്തുന്നതാകട്ടെ പക്ഷാഘാതം സംഭവിച്ച് തളർന്ന ശരീരവുമായി. സ്കാനിങ് കഴിഞ്ഞ് റൂമിൽ വാർഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ഉടനെ ബെഡിൽ കിടത്തി ഉടനെ അമ്മയ്ക്ക് ഫിറ്റ്സ് വന്നു. 2 പ്രാവശ്യം നല്ല രീതിയിൽ ഫിറ്റ്സ് വന്നു. വായിൽ പതയുന്നവരെയൊക്കെ വന്നു. അമ്മയ്ക്ക് അവരൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. 3-ാമത്തെ ദിവസമാണ് അമ്മയ്ക്ക് ബോധം വന്നത്, കണ്ണ് തുറന്നത്. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഫിറ്റ്സ് റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആണ്, സ്ട്രോക്കായി, അതുകൊണ്ട് അതിനുള്ള മരുന്ന് ഇനി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ട്രോക്ക് വരാനുള്ള കാരണം എന്താണ്? എൻ്റെ അമ്മയ്ക്ക് അത്രയും നേരം 8 മണിക്കൂറോളം അമ്മയ്ക്ക് സ്കാനിങ് വൈകിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നത്. നല്ലതുപോലെ ആരോഗ്യവതിയായിട്ടിരുന്ന അമ്മയാണ്. സർക്കാരിന്റെയും മെഡിക്കൽ കോളേജിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അംബികാമ്മയുടെ മകൻ. സമയബന്ധിതമായിട്ട് ചികിത്സ കിട്ടാണ്ട് വരുന്നത് അവിടുത്തെ സിസ്റ്റം ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ മാത്രം. ഏറ്റവും 90% സിസ്റ്റം ഫെയിലിയർ ആയതുകൊണ്ട് തന്നെയാണ് രോഗിക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ 10 ദിവസം എൻ്റെ അമ്മ അവിടെ കിടന്നു. ഈ 10 ദിവസവും ഈ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഡോക്ടർ പോലും വന്ന് അമ്മയുടെ സെല്ലുലൈറ്റിസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൺസൾട്ടൻ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇത് സൂപ്പറിനോട് ചെന്ന് പറഞ്ഞപ്പോൾ സൂപ്പറിന് നമുക്ക് ആവശ്യത്തിന് സ്റ്റാഫില്ല, നമുക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, ഗവൺമെൻറ് നമുക്ക് ഇത്രേ തരുന്നുള്ളൂ. ഇതാണ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞ വാക്ക്. എന്നിട്ട് സൂപ്രണ്ടിൻ്റെ മുമ്പിൽ വെച്ച് അവിടുത്തെ HOD വിളിച്ചു. HOD വന്ന് അമ്മയെ കണ്ടിട്ട് HOD വരെ റിപ്പോർട്ട് കേസ് ഷീറ്റിൽ എഴുതി സർജറി വാർഡിലെ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എമർജൻസി ആയിട്ട് ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും 10 ദിവസമായിട്ട് പോലും ആരും അവിടെ തിരിഞ്ഞു നോക്കിയില്ല. 8 മണിക്കൂറിലധികമാണ് CT സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി ഭക്ഷണം പോലും കഴിക്കാനാകാതെ ഡയബറ്റിസ് പേഷ്യന്റ് കൂടിയായ അംബികാമ്മ കാത്തു നിൽക്കേണ്ടി വന്നത്. ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ പൊലിയേണ്ടി വരില്ലായിരുന്നു. ഒരു അനാസ്ഥ മൂലം ഒരു ജീവനാണ് അവിടെ നഷ്ടം. ജീവനെന്ന് അതിനകത്ത് ഒരു വിലയുമില്ല. ഒരു വിലയില്ലെന്ന് പറഞ്ഞാൽ ജീവന് ഒരു വിലയില്ല. അപ്പോൾ ഇത് സർക്കാർ ഗൗരവമായിട്ടെടുത്ത് ഇതിനൊരു തീരുമാനമുണ്ടാക്കി, ഇതിനൊരു അന്വേഷണം വയ്ക്കുക, ഇതിനൊരു തീരുമാനമുണ്ടാക്കുക, വേണ്ട സൗകര്യങ്ങൾ ഈ സർക്കാർ ആശുപത്രിയിൽ ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീരെ നിർധനരായിട്ടുള്ള 90% നിർധനരായിട്ടുള്ള രോഗികളാണ് അവിടെ വരുന്നത്. അവരോട് ഈ തരത്തിലുള്ള അനാസ്ഥ കാണിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. നിലവിലെ ഈ സിറ്റുവേഷനിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ബന്ധുക്കളെയോ ആരെയായിരുന്നാലും ശരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങളുടെ ഉള്ള ജീവൻ കൂടെ നഷ്ടപ്പെടുമെന്ന് എനിക്കിപ്പം എൻ്റെ അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളൂ. തുടർന്ന് പക്ഷാഘാതം സംഭവിക്കുകയും ശരീരം ചലനമറ്റ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു. സമയബന്ധിതമായി ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ തനിക്ക് അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും മകൻ പറയുന്നു. എക്യുപ്മെൻസിൻ്റെ ക്ഷാമമുണ്ട് എന്നുള്ളത് അദ്ദേഹം ഈ സൂപ്രണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞു. എക്യുപ്മെൻസ് ക്ഷാമമുണ്ടെന്നല്ല പറഞ്ഞത്, നമുക്ക് ഇത്രയും സൗകര്യമേ ഉള്ളൂ, സർക്കാർ ഇത്രേ തരുന്നുള്ളൂ. ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ സൗകര്യം കുറവാണ്. അതിൽ നിന്ന് വ്യക്തമല്ലേ? എക്യുപ്മെൻറ്റ്സ് കുറവ് ഷോർട്ടല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അവസ്ഥ വരുമായിരുന്നു. സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് ജീവൻ രക്ഷിക്കാനായി പോയതാണ് ഈ വീട്ടുകാർ. എന്നാൽ ചലനമറ്റ ശരീരമാണ് തിരികെ എത്തിയത്. മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ കർശനമായ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് ഈ വീട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും ഇനിയൊരാൾക്കും ഈ ഒരു ദുരനുഭവം ഉണ്ടാകരുതെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറാമാൻ നിതിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.